ഹായ് മിച്ചവരെ, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുൻപിൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളി സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളതേ ഓൺലൈൻ വഴി നമ്മളിതേ സോപ്പ് ബേസ് വാങ്ങിച്ചിട്ടോ, ഗ്ലിസറിനാണ് കേട്ടോ. അതിനുശേഷം അതിൻ്റെ മണത്തിന് വേണ്ടിയിട്ട് ഞാനൊരു മെഡിമിക്സ് സോപ്പ് കൂടെ മേടിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഞാനിതിനെ കട്ട് ചെയ്തു. മച്ചന്മാരെ എത്രത്തോളം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കും അത്രത്തോളം പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് നന്നായിട്ട് അലിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്യുമ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ മാക്സിമം കട്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സമയം കൂടുതലായി പോകും. അപ്പോൾ അത് അതിൻ്റെ മണത്തിന് വേണ്ടിയിട്ട് ഞാനൊരു മെഡിമിക്സ് സോപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴിയൊക്കെ നമ്മൾ ഇപ്പോൾ ഒരുപാട് നമുക്ക് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും. അതിൽ തന്നെ സോപ്പിൻ്റെ ഏത് വേണമെങ്കിലും ഫ്ലേവർ, അത് ഏത് മണം വേണമെങ്കിലും നമുക്ക് അതിലൂടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഞാൻ അതൊന്നും വാങ്ങിച്ചിട്ടില്ല. നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് ഞാനത് നമ്മളൊരു മെഡിമിക്സിൻ്റെ സോപ്പോടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല മണവും കിട്ടും. അങ്ങനെ അപ്പോൾ ഇത് രണ്ട് മാത്രം മതി. പക്ഷേ എങ്കിലും ഞാൻ അഡീഷണലായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് നമ്മൾ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മളൊരു കുഞ്ഞു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിനകത്ത് നമ്മൾ എല്ലാം കൂടെ ഇട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ വെച്ചാണ് നമ്മളിതിനെ അലിയിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനെ നന്നായിട്ട് അലിയിച്ചെടുക്കാം. പിന്നെ ഞങ്ങളിതിൽ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളിത് ഇപ്പോൾ എല്ലാം നമ്മൾ ചേർത്ത് തിളച്ച വെള്ളത്തിൽ നമ്മൾ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതായത് ഈ സോപ്പ് നന്നായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോഴും നമ്മൾ മെഡിമിക്സിൻ്റെ കുഞ്ഞു കുഞ്ഞു തരികൾ നമുക്ക് ഈ സോപ്പിൻ്റെ പുറമേ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ചാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മളെ ഓൾറെഡി ആയിട്ടുള്ള സോപ്പ് പെട്ടെന്ന് മെൽറ്റ് ആവാൻ ഇത്തിരി കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിൽ അതിൽ കുഞ്ഞു കുഞ്ഞു തരികൾ കാണും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഏത് ഒരു മണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോപ്പ് ഏതാണോ ആദ്യം അതിട്ടതിന് ശേഷം നമ്മളതേ സോപ്പ് ബേസ് ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. അങ്ങനത്തെ നമ്മൾ തിളച്ച വെള്ളത്തിൽ വെച്ച് ഇത് ഏകദേശമൊക്കെ അലിഞ്ഞ് നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇനി അലിഞ്ഞ് വരുമ്പോഴത്തേക്കും ഏകദേശം നമുക്കിതിൽ കളർ വരെ ഇതര ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അതേ നമ്മുടെ മെഡിമിക്സിൻ്റെ കളറെല്ലാം അതിൽ നന്നായിട്ട് സെറ്റായി വരുന്നുണ്ട്. പക്ഷേ ഇനി അതിനെക്കാട്ടി നമ്മളെ മഞ്ഞൾപ്പൊടിയും നമ്മൾ കാപ്പിപ്പൊടിയും ചേർക്കുമ്പോഴേ അതിൻ്റെ കളറൊക്കെ മാറും കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതേപോലെ വീട്ടിൽ ഏത് ഐറ്റം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്ന 1/2 കിലോ സോപ്പ് ബേസാണ് കേട്ടോ. അപ്പോൾ വെറും കാപ്പിപ്പൊടി മാത്രം വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോപ്പ് ചേർക്കാം. ഇനി കറ്റാർ വാഴ ചേർക്കാം, നമുക്ക് അതിൻ്റെ ജെല്ലെടുത്ത് നന്നായിട്ട് ഇതിൽ ചേർക്കാം. അതുപോലെ തന്നെ നമ്മളെ ആര്യ വേപ്പിലയൊക്കെ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞ് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ സോപ്പ് ബേസ് നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം നേരം നമ്മൾ ഇത് മെൽറ്റായി കഴിഞ്ഞാൽ വച്ചിരിക്കരുത്, കാര്യം ഇത് പെട്ടെന്ന് സെറ്റായി തുടങ്ങും കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ സോപ്പിൻ്റെ മോഡ് നമ്മൾ നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഏകദേശം നമുക്കൊരു 6 സോപ്പിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഒരു ചന്ദ്രികയല്ല മെഡിമിക്സും പിന്നെ ഒരു 1/2 കിലോ സോപ്പ് ബേസും മാത്രമാണ് നമുക്കിത് ഇത്രയും കിട്ടി കേട്ടോ. ഏകദേശം 6 പീസോളം കിട്ടി. അപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞപ്പോഴേ ഇത് ഏകദേശം സെറ്റായി. എങ്കിലും ഞാനൊരു ദിവസം നൈറ്റ് ഫുള്ളായിട്ട് വെച്ചിരുന്നു. രാവിലെ എടുത്തപ്പോഴത്തേക്കും നല്ല അടിപൊളിയായി കേട്ടോ. നമ്മുടെ ആ കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ മെഡിമിക്സിൻ്റെ കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊക്കെ കാണാം. നിങ്ങൾക്ക് ആ ഇളക്കുന്നതിൻ്റെ ബാക്കിയെല്ലാം നമ്മുടെ ആ കാപ്പിപ്പൊടിയുടെ മെയിനായിട്ടുള്ള കളറാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, നിങ്ങളും ഇതുപോലെ വീഡിയോകളൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളെ ഇഷ്ടപ്പെട്ട ഫ്ലേവറിലൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.